ദയവ് ചെയ്തിട്ട് ശ്രീ പണിക്കർ, ഈ AY വിഭാഗത്തിലുള്ളവർ അവരെ ഈ കേന്ദ്ര സർക്കാരാണല്ലോ ഇങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ അരിക്ക് കിലോയ്ക്ക് 3 രൂപയും ഗോതമ്പിന് 2 രൂപയും വിലയ്ക്ക് കിട്ടുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി. അപ്പോൾ ഇതിൽ അത് മഞ്ഞക്കാടിലുള്ളവർക്കാണല്ലോ. ഇപ്പോൾ AY വിഭാഗത്തിൽ അതിദരിദ്രർ കേരളത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ അവിടെയും ചോദ്യം വരികയില്ലേ? അതിദരിദ്രരെ കൂടി ഉൾപ്പെടുത്തിയാണല്ലോ ഇങ്ങനെ മഞ്ഞക്കാട് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് അങ്ങനെ ചോദ്യം വന്നാൽ ആനുകൂല്യം നിർത്തിയാൽ അല്ല, ആ സമയത്ത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ശ്രീ ഹരിദാസ്, ആ സമയത്ത് ഇത് ഫെഡറലിസത്തിനെതിരായിട്ടുള്ള വെല്ലുവിളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അർഹതപ്പെട്ടിരിക്കുന്ന കാര്യത്തിനെ വീർപ്പ് മുട്ടിക്കുന്നതിന് വേണ്ടി പിടിച്ചു വെച്ചിരിക്കുകയാണ്, അത് അന്യായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ കസർത്ത് നടത്തും. പിന്നെ പതിവ് കാര്യങ്ങൾ അല്ല, നോക്കൂ, ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ശ്രീ ബാലഗോപാൽ കൊടുക്കുന്ന ചില കണക്കുകൾ നമുക്ക് അല്ലാതെ തന്നെ അറിയാമല്ലോ ശ്രീ മഞ്ജുഷ്. ഇപ്പൊ നമ്മളോട് പറയുന്നത് എന്താണ്, നമുക്ക് ഇത്ര കോടി രൂപ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ അദ്ദേഹം പത്രസമ്മേളനം നടത്തും. പക്ഷെ ഒരു തവണയെങ്കിലും അദ്ദേഹം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് കത്തയക്കുമ്പോൾ അദ്ദേഹം ഇത്രയാണ് കിട്ടാനുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്ന ആ കണക്ക് കോട്ട് ചെയ്യാറ് പോലും ഇല്ല. കാരണം ആ കണക്ക് തെറ്റാണെന്നറിയാം. GST കോമ്പൻസേഷനുമായി മറ്റും ബന്ധപ്പെട്ടിട്ട് ഇവിടെ പറയാനായിട്ട് അത് ഉപയോഗിക്കാം എന്നതിനപ്പുറത്തേക്ക് കേന്ദ്രത്തിനോട് ഇത് പറയാൻ കഴിയില്ല. പിന്നെന്താണ്, ഇത് ഒപ്റ്റിക്സ് ആണ്. ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഈ അന്ത്യോദയ അന്ന യോജന പോലെയുള്ള പദ്ധതികളുണ്ട്. ആ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അരി ലഭ്യമാക്കുന്ന പദ്ധതികളുണ്ട്. അതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉള്ളത് ഈ ഇത്രയും മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ നാളെ ആ ഒരു ബെനിഫിറ്റ് നിർത്തലാക്കിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതേപോലെ തന്നെയാണ് നമ്മൾക്കറിയാമല്ലോ പട്ടികവർഗ വിഭാഗം. ഇപ്പോ 2022 സർക്കാരിന്റെ ഈ പദ്ധതി തുടങ്ങുന്നത് ഏതാണ്ട് 2021 വളരെ പ്രഖ്യാപിതമായിട്ട് അടുത്ത ഈ ഒരു ടേമിൽ തന്നെ ഇത് പൂർത്തിയാക്കുമെന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് വന്നിരുന്ന ഒരു പത്രവാർത്ത ഇപ്പോഴും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. 2022 പാലക്കാട് ജില്ലയിൽ മാത്രം ഉള്ള ആൾക്കാരിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന പട്ടികവർഗത്തിലുള്ള വിഭാഗത്തിലുള്ള ആൾക്കാരുടെ എണ്ണം ഏതാണ്ട് 259 കുടുംബങ്ങളാണ്. അപ്പൊ അങ്ങനെ അതിദരിദ്രരായിട്ടുള്ള ആൾക്കാരിൽ അവിടെ തന്നെ 6400-ലധികം കുടുംബങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ എടുക്കുന്ന ഒരു കണക്കിനെ നമ്മൾ ഈ 14 ജില്ലകളിലേക്ക് പ്രൊജക്ട് ചെയ്തിട്ട് അവർക്ക് എന്ത് തരത്തിലുള്ള സൗകര്യങ്ങൾ നമ്മൾ ലഭ്യമാക്കിയതിന് ശേഷമാണ് ഈ അതിദാരിദ്ര്യത്തിനെ വൈപ്പ് ഔട്ട് ചെയ്തത് എന്നുള്ളതിനെ പറ്റി കണക്കുകൾ സഹിതം പറയണം. നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്, നമ്മൾ ഇതിൽ കണക്കുകളില്ലാതെ, അതായത് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയാതെ ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അതിന്റെ ഭാഗമാണ് ഈ പറഞ്ഞിരിക്കുന്ന, നേരത്തെ ശ്രീ റെജു ലൂക്കോസ് പറഞ്ഞു 138 രൂപ എന്ന് പറഞ്ഞു. നോക്കൂ, ഈ 138 രൂപ എന്ന് പറയുന്നത് ഏത് സമയത്ത് തീരുമാനിച്ചിരിക്കുന്ന കണക്കാണ്? 2021 22 ഇന്നത്തെ ജീവിത നിലവാരത്തിനും ഇൻഫ്ലേഷനും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന ഇന്നത്തെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള തുകയാണോ? നാളെ അത് കൂടുകയാണെങ്കിൽ 150 160 ആയി കഴിഞ്ഞാൽ ഇവർക്ക് കണ്ടിന്യൂസ് സപ്പോർട്ടിനുള്ള മാർഗം എന്താണ് ഈ കാര്യം? അപ്പൊ ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം. ശ്രീ റെജി ലൂക്കോസ് തന്നെ പറഞ്ഞല്ലോ, ചൈനയിലുള്ള ഒരു സ്ഥലം, ആ സ്ഥലത്തിനെ കൂടി അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കിയതോടുകൂടി അതിദാരിദ്ര്യമുള്ള ആൾക്കാരില്ലാത്ത ഒരു രാജ്യമായിട്ട് ചൈന അവർ പ്രഖ്യാപിക്കുന്നു. UN നിന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെടുത്തി ഞാൻ നേരത്തെ ശ്രീ റെജു ലൂക്കോസിനോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് അവരുടെ ഗവൺമെന്റ് വിശദീകരിക്കാനെങ്കിലും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് അവിടെ പറയുന്നുണ്ട് ആനുവൽ പെർ ക്യാപിറ്റ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 4000 ചൈനീസ് യുവാനും മുകളിലായിരിക്കണം. അതാണ് കണ്ടീഷൻ. ഞാൻ പറഞ്ഞത് അതേപോലെ കേരളത്തിൽ പറയുന്ന വാർഷിക വരുമാനം എത്രയായിരിക്കണം? ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വില്ലേജിലും മറ്റും പോയി കഴിഞ്ഞാൽ വരുമാന സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടും. അപ്പൊ ഈ അതിദാരിദ്ര്യമാണോ ദാരിദ്ര്യമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെക്കുന്ന ഈ ത്രഷോൾഡിന് ഇവർ എലിജിബിൾ ആണെന്നോ അല്ലെന്നോ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇവരുടെ പല പദ്ധതികളെയും ഇത് ബാധിക്കാനുള്ള പ്രശ്നമുണ്ട്. അത് സംസ്ഥാനത്തിന്റെ പദ്ധതികൾ മാത്രമല്ല, കേന്ദ്രത്തിന്റെ പദ്ധതികളെ തന്നെ ബാധിക്കാം. അടുത്തത്, ഇവർക്ക് ഇൻകം കൊടുക്കുന്ന സമയത്ത് ആ ഇൻകം എന്ന് പറയുന്നത് ഏത് സ്റ്റേബിൾ സോഴ്സിൽ നിന്നാണ്? അതായത് ഇന്ന് അവർക്ക് നിങ്ങൾക്ക് ഇത്ര ദിവസം തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് തരാം എന്ന് പറഞ്ഞാൽ ഓൺഗോയിങ് ബേസിസിൽ അത് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യും? ഇപ്പൊ ചൈനയിൽ ചെയ്തിരിക്കുന്നത് എന്താ? ചൈനയിൽ ഒരു ഫാക്ടറി ജോബുകളെ കൊടുക്കുന്നുണ്ട്, ഫാമിങ്ങിനുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടോ, അത് സ്റ്റേബിൾ ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻകം ആണോ എന്നതുമായി ബന്ധപ്പെട്ടിട്ട് അവർ കൃത്യമായിട്ട് അതിനെ ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതികൾ അവിടെ നടപ്പാക്കുന്നുണ്ട്. അടുത്തത് ആഹാരം. നമ്മളിവിടെ പറയുന്നത് എന്താണ്? ആഹാരം പാകം ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാകണം. അതായത് വീട് പോലെയുള്ള ഒരു ഫെസിലിറ്റിയും കുക്കിംഗ് ഫെസിലിറ്റിയും ഉണ്ടാകണം എന്നുള്ളതാണ്. ചൈനയിൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം. അവർക്ക് ഒരു വർഷത്തേക്ക് വേണ്ടുന്ന രീതിയിലേക്കുള്ള നല്ല വസ്ത്രങ്ങൾ ഉണ്ടാകാനുള്ള ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ ഗ്രാനുലാർ ലെവലിലേക്ക് അത് പോകുന്നുണ്ട്. അവർക്ക് കൊടുക്കുന്ന സബ്സിഡിയുടെ കണക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇന്ന സബ്സിഡിയാണ് അവിടെ കൊടുക്കുന്നത്. അവർക്ക് കൃഷി രംഗത്ത് വേണമെങ്കിൽ ഇന്ന ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. സപ്ലൈ ചെയിനുമായി ബന്ധപ്പെട്ടവർക്ക് ഇന്ന സൗകര്യങ്ങളാണ് ലഭ്യമാക്കുന്നത് എന്നതിനെക്കുറിച്ച് ചൈനീസ് ഗവൺമെന്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒപ്പം വിദ്യാഭ്യാസം,
ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട വളരെ വലിയ പിന്നെ ഡയറക്റ്റ് കോറിലേഷൻ ഉള്ളതാണല്ലോ. അവർക്ക് വരുമാനവുമായി ബന്ധപ്പെട്ട കോറിലേഷൻ ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡ്രോപ്പ് ഔട്ട്സ് ഇല്ലാതിരിക്കുക, അതുമായി ബന്ധപ്പെട്ടവർക്ക് പദ്ധതിയുണ്ട്. പിന്നെ 9 വർഷത്തെ ബേസിക് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടവർക്ക് പദ്ധതിയുണ്ട്. ഈ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആൾക്കാർക്ക്, വിദ്യാർത്ഥികൾക്കുള്ള സബ്സിഡിയും മറ്റു കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അതിന്റെ ഭാഗമായിട്ട്, അതായത് ഇത് ഇന്റഗ്രേറ്റഡ് പോളിസിയാണ്. അതിദാരിദ്ര്യത്തിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് പോളിസിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല മാനദണ്ഡം, മറിച്ച് അവിടെ ഫെസിലിറ്റി ഉണ്ടോ, അവിടെ മരുന്നിന്റെ ലഭ്യതയുണ്ടോ, ഓൺ ഗോയിങ് ബേസിസിൽ അവർക്ക് അത് കിട്ടുമോ, അതായത് ബേസിക് മെഡിക്കൽ കെയർ നിങ്ങൾക്ക് അവിടെ കിട്ടുമോ ശ്രീജിത് പണിക്കർ. ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഈ വിശപ്പുള്ളവരെ അല്ലെങ്കിൽ വിശപ്പടക്കാൻ ഗതിയില്ലാത്ത ആളുകളെ കളിയാക്കുന്ന രീതിയിലാണ് നമ്മുടെ ചർച്ച പോകുന്നത് എന്ന് റജി പറയും. നേരത്തെയും റജി ലൂക്കോസ് അങ്ങനെ പറഞ്ഞിരുന്നു. ഇവിടെ MP രാജേഷ് തന്നെ അതിൽ ഏറ്റവും അവസാനത്തെ അതിദരിദ്രനെയും അദ്ദേഹത്തിൻ്റെ അതിദാരിദ്ര്യവും ഇല്ലാതാക്കിയതിൻ്റെ ഒരു വർണ്ണനയും ശ്രീ MP രാജേഷ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നടത്തിയിട്ടുണ്ട്. അതായത് ഒരു കൗണ്ട് ഡൗൺ ഒക്കെ ഉണ്ടായിരുന്നു, 64,000 മുതൽ താഴോട്ട് 1 വരെ വന്നിട്ട് പിന്നെ 0-ലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത്. അതിദാരിദ്ര്യ വിമുക്തരാക്കിയാൽ, ഒരു കുടുംബത്തെ കൂടി അതിദാരിദ്ര്യ വിമുക്തരാക്കിയാൽ മതിയാകും, ഡാഷ്ബോർഡിൽ അവശേഷിക്കുന്നവർ എന്ന ശീർഷകത്തിന് താഴെയായി 1 എന്ന സംഖ്യ തെളിഞ്ഞപ്പോൾ ഒരു അതിദരിദ്ര കുടുംബത്തിന് തദ്ദേശ സ്ഥാപനം വാങ്ങി നൽകുന്ന വീടിൻ്റെയും വസ്തുവിൻ്റെയും സ്റ്റാമ്പ് ഡ്യൂട്ടി ഇളവ് ചെയ്തുകൊണ്ട് ക്യാബിനറ്റിൽ തീരുമാനമെടുത്തതോടെ അവസാനത്തെ കുടുംബവും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിതരാകുന്നതിനുള്ള നടപടിയായി. അതായത് ആ കുടുംബത്തിന് ഇനി അതിദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പായി. ഡാറ്റ അപ്ഡേറ്റ് ചെയ്തതോടെ അവശേഷിക്കുന്നവർ എന്ന ശീർഷകത്തിന് താഴെ 0 എന്ന സംഖ്യ തെളിഞ്ഞു. എല്ലാവരുടെയും മുഖത്ത് 100-ന്റെ ചിരി, ഡെസ്കിൽ അടിച്ചുകൊണ്ട് സന്തോഷം പങ്കിട്ടു. ശേഷം എങ്ങനെ കേരളം ഈ നേട്ടം കൈവരിച്ചു എന്നതിനെക്കുറിച്ച് ഒരു ചെറു വീഡിയോ വിവരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. അതായത് 2021 മെയ് മാസത്തിൽ പിണറായി വിജയൻ സർക്കാർ രണ്ടാമതും അധികാരമേറ്റ സമയത്ത് മുതൽ തുടങ്ങിയ ഒരു പ്രവർത്തനമാണ്. അതിൻ്റെ ഈ ഫലപ്രാപ്തിയാണ് അദ്ദേഹം ഈ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് ഒരു പ്രക്രിയയായിട്ട് തന്നെ കൊണ്ടുപോവുകയായിരുന്നു. അതിൽ നേരിട്ടുള്ള മോണിറ്ററിങ് തദ്ദേശ ഭരണ വകുപ്പിന്, അദ്ദേഹത്തിന് മുമ്പിരുന്ന MP ഗോവിന്ദനും ഇത് നിർവഹിച്ചു പോന്നു. അദ്ദേഹം അതിൻ്റെ തുടർ പ്രവർത്തനം ഏറ്റെടുത്തു എന്നാണ്. അല്ല, ഞാൻ പറയുന്നത് അത് നമുക്ക് വിശ്വസിക്കാം. അദ്ദേഹം പറയുന്ന കാര്യത്തിനെയോ അദ്ദേഹത്തിന്റെ ഡാഷ്ബോർഡിനെയോ ഒന്നും തള്ളിക്കളഞ്ഞുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് അതെല്ലാം നമ്മൾ വിശ്വസിക്കാം. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ഡേറ്റ നിങ്ങൾ തരും. ആ ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ എത്ര തുകയാണ് ആ കുടുംബത്തിന് വേണ്ടത്, അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റി നിങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത്, അടുത്ത 5 വർഷത്തേക്ക് അവർ ഈ പോവർട്ടിയിലേക്ക് അല്ലെങ്കിൽ അതിദാരിദ്ര്യത്തിലേക്ക് അവർ തിരിച്ചു പോവില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള സസ്റ്റനൻസ് മാർഗങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് ഇൻകം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് മാർഗമാണ് സ്വീകരിച്ചിരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് സർക്കാർ പറയട്ടെ. അതല്ലാതെ സർക്കാർ അങ്ങോട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് ശരിയെന്ന് പറഞ്ഞ് കൈയടിച്ച് നമ്മൾ പാസ്സാക്കുന്നതിന് വേണ്ടി ഇവിടെ ഏകാധിപത്യ ഭരണമുള്ള ഒരു സ്ഥലമല്ല. അപ്പൊ നമുക്ക് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടാകും. നമ്മൾ പറയുന്നത് ഇതിനെ ഈ സർക്കാർ ഇത് ചെയ്തില്ല എന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് സർക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ അതിദാരിദ്ര്യത്തിനെ നിർമ്മാർജ്ജനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡേറ്റ തരൂ എന്നല്ലേ. അപ്പൊ ഡേറ്റ ഞങ്ങൾക്ക് തരാനായിട്ട് കഴിയില്ല. ഇതിലെ എക്സ്പെർട്ട് കമ്മിറ്റി അല്ലെങ്കിൽ ഇവിടുത്തെ ഇതിനെ എതിർക്കുന്ന ആൾക്കാരെല്ലാവരും സോ കോൾഡ് ബുദ്ധിജീവികളാണ്. അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും വ്യത്യസ്തമായ രാഷ്ട്രീയത്തിലുള്ളത് കൊണ്ട് പറയുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ മാനസികാവസ്ഥയുടെ പ്രശ്നമാണ് എന്ന് പറയുന്നത് എന്തിനാ? ഞാൻ പറഞ്ഞത് നമുക്കറിയാമല്ലോ, അതിദാരിദ്ര്യം എന്നതിനുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അറിയാം എന്താണ് ഇതിന്റെ സംഭവം. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ മഞ്ജുഷ്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് കൊണ്ട് മേൽക്കൂരയും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ചതിന് ശേഷം ഒരു കൂരയിൽ കഴിയുന്ന ആൾക്കാരില്ല എന്നാണോ നമ്മൾ പറയുന്നത്? ഈ അടുത്ത സമയത്ത് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ പല കുടുംബങ്ങളുടെയും പ്രശ്നങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വെറും ഷീറ്റ് വെച്ച് മറച്ചിരിക്കുന്നതോ ടാർപ്പ പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പരസ്യത്തിന് ഉപയോഗിക്കുന്ന ഫ്ലെക്സ് നിരവധി ദൃശ്യങ്ങൾ ഉണ്ട്. ഒരാളെ ചൂണ്ടിക്കാണിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് MP രാജേഷ് പറഞ്ഞ ഈ 0-ന്റെ കണക്കാണ്. ഡാഷ്ബോർഡിൽ 0 തെളിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷത്തിന്റെ കണക്കാണ്. പക്ഷെ നമ്മൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ അങ്ങനെയല്ല ശ്രീ റജി ലൂക്കോസ്. അതുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ വിശക്കുന്നവരെ പരിഹസിക്കുകയല്ല. ഞാൻ നിങ്ങളുടെ കണക്ക് പറയാം. ഇതിലെ ഈ ക്രൈറ്റീരിയയിലെ ഒന്നെന്ന് പറയുന്നത് ഭവനമില്ലാത്തവരുടെയാണ്. 2014 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇതെല്ലാം ഡേറ്റയുള്ളതാണ്. 81,000 വീടുകളാണ് കേരളത്തിലുള്ളത്. ഇപ്പൊ അതൊരു 82,000 വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ 1.2% വീടുകളിൽ ആൾ താമസമില്ല. അപ്പൊ ഏതാണ്ട് 81,000 നിൽക്കുക. അതിൽ കൂടാതെ തന്നെ ഏതാണ്ട് 7 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് വീടില്ല, ഭവനമില്ല. അവർ തെരുവിലോ ഇതുപോലുള്ള ഷെഡുകളിൽ താമസിക്കുന്നവരാണ്. 2016 ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം റൈഫത്ത് തുടങ്ങിയതിനു ശേഷം
ഇതുവരെ 4 ലക്ഷം കുടുംബങ്ങൾക്ക് താക്കോൽ കൈമാറി അവർ സംതൃപ്തിയോടെ വീടുകളിൽ കഴിയുന്നുണ്ട്. 1.5 ലക്ഷം വീടുകളുടെ നിർമ്മാണം ഗോയിങ് തന്നെയാവും. ആ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഏത് ഗവൺമെന്റ് വന്നാലും അത് ആ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോയാൽ 6 ലക്ഷം ഭവനങ്ങൾ ഇല്ലാത്തവർക്ക് ഭവനങ്ങൾ ആയിക്കഴിഞ്ഞു. അത് ലൈഫല്ലേ അത് കേന്ദ്രത്തിന്റെ ഞാൻ കണക്കാ വരും. അതുകൂടാതെ സന്നദ്ധ സംഘടനകള്, വിദേശ രാജ്യത്തെ സന്നദ്ധ സംഘടനകൾ, നമ്മുടെ നാട്ടിലെ സന്നദ്ധ സംഘടനകളൊക്കെ കൂടി കേരളത്തിൽ ഏതാണ്ട് 1,26,000 വീടുകൾ കേരളം മുട്ടുക്കപ്പെടുന്നുണ്ട്. അത് വിദേശ മലയാളികളുടെ മറ്റു സന്നദ്ധ സംഘടനകളുടെ വ്യക്തികളുടെ ഒക്കെ ഇതായിട്ട് 42 വീടുകൾ പണിതു കൊടുത്ത പത്തനംതിട്ട ഒരു ടീച്ചറിനെ നമുക്കറിയാമല്ലോ. ഞാൻ അവരുടെ ടീച്ചറിന്റെ വീട്ടിൽ പോയി കണ്ടതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സന്നദ്ധ സേവനങ്ങളാണ് കൂടി നമ്മുടെ